ചെകുത്താനെ പ്രണയിച്ച മാലാകപ്പെണ്ണ്. രചന പ്രാണസഖി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പ്രണയം ചാലിച്ച മധുരമായ വരികൾ അവസാനിക്കുമ്പോൾ രുദ്രാക്ഷയുടെ മയിൽപ്പീലി കണ്ണുകളിൽ സന്തോഷത്തിന്റെ നീർമുത്തുകൾ തിളങ്ങിയിരുന്നു. അവളുടെ മിഴിയിണകൾ അവന്റെ മുഖമാകെ ഓടി നടന്നു. പ്രണയപൂർവ്വം അവന്റെ മുടിയിഴകളിൽ വിരലുകൾ കൊരുത്തുകൊണ്ട് രുദ്രാക്ഷ ദക്ഷിന്റെ അതിരങ്ങളെ മൃദുലമായി കവർന്നെടുത്തു. ദക്ഷിൽ നിന്നും പതിയെ അടർന്നു മാറാൻ അവൾ ശ്രമിച്ചപ്പോൾ അതിനനുവദിക്കാതെ രുദ്രാക്ഷയുടെ പിൻകഴുത്തിൽ കരങ്ങളമർത്തി അവൻ ഒന്നുകൂടി അവളെ തന്നോട് ചേർത്ത് നിർത്തി. പൂവിൽ നിന്നും മധു കവരുന്ന ലാഘവത്തോടെ രുദ്രാക്ഷയുടെ അതിരങ്ങളെ അവൻ നുകർന്നുകൊണ്ടിരുന്നു. നാവിൽ ഇരുമ്പുച്ചു അറിഞ്ഞിട്ടും അവളെ സ്വതന്ത്രയാക്കാൻ അവന്റെ മനസ്സ് തയ്യാറല്ലായിരുന്നു. അവളിൽ നിന്നുയരുന്ന ചെറിയ ചെറിയ ഞെരുക്കങ്ങളും ശീൽക്കാര ശബ്ദങ്ങളും അവനിലെ പ്രണയത്തിന്റെ അഗ്നികണങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ഭ്രാന്തമായ ആവേശത്തോടെ ദക്ഷ അവളിലേക്ക് പടർന്നു കയറി. അവന്റെ പ്രണയം തന്റെ ശരീരത്തെ തളർത്തുന്ന പോലെ തോന്നിയപ്പോൾ ദക്ഷിന്റെ നെഞ്ചിൽ കൈകളൂന്നി രുദ്രാക്ഷ അവനെ പുറകോട്ട് പതിയെ തള്ളിമാറ്റി. ദക്ഷിൽ നിന്ന് അടർന്നു മാറിയപ്പോൾ അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. താളം തെറ്റിമിടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ എന്ന പോൽ നെഞ്ചിൽ കരങ്ങൾ ചേർത്ത് കണ്ണുകളടച്ച് അവൾ ദീർഘമായി നിശ്വസിച്ചുകൊണ്ടിരുന്നു. ചോര പൊടിക്കുന്ന ആ ചെഞ്ചുണ്ടുകൾ കണ്ടപ്പോൾ അവന്റെ നെഞ്ചൊന്ന് വിങ്ങി. സോറിടാ, ഞാൻ അറിയില്ല. നീ എന്നാ എനിക്ക് റിയലി ഐ ആം മാഡ് അബൌട്ട് യു. ഒരുപാട് വേദനിച്ചോ? അവളുടെ ചുടുകളിൽ പൊടിഞ്ഞ ചോരത്തുള്ളികളെ തൻ്റെ തള്ളവിരലിൽ ഒപ്പിക്കൊണ്ട് ദക്ഷി ചോദിച്ചു. അവൻ്റെ മുഖത്ത് വിഷാദം പടരുന്ന കണ്ടപ്പോൾ സാരമില്ല എന്ന ഭാവത്തിൽ ചെറു പുഞ്ചിരിയോടെ രുദ്രാക്ഷ അവനെ കണ്ണു ചിമ്മി കാണിച്ചു. പാരിജാത പൂക്കളുടെ ഗന്ധവും പേറി ഇളം തന്നെ ഇരുവരെയും തഴുകി തലോടി കടന്നുപോയി. നിലാവിൻ്റെ ശോഭയിൽ ആ മയിൽപ്പീൽ കണ്ണുകളുടെ തിളക്കം ഒന്നുകൂടി വർദ്ധിച്ച പോലെ ദക്ഷിണെ തോന്നി. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ നീളം മുടിയിഴകളെ അവൻ മെല്ലെ പുറകിലേക്ക് മാടിയൊതുക്കി. കൊഴിഞ്ഞു വീഴുന്ന നിമിഷങ്ങളിൽ അത്രയും എൻ്റെ പ്രാണന്റെ ഓരോ അണുവിലും കൂടുതൽ മികവോടെ തെളിയുകയാണല്ലോ പെണ്ണെ നിന്റെ ഈ മുഖം. എൻ്റെ ജീവൻ അണയാത്ത കാലത്തോളം എന്നിലെ ഹൃദയസ്പന്ദനം പോലെ നിന്നെ എന്നും എൻ്റെ പ്രാണനോട് ചേർത്ത് നിർത്തണം എനിക്ക്. You are mine and I am yours forever. When I tell you are mine and I am yours, I am not just saying I am remaining you. I have given you all my life. Love you, Rudraksha. Love you so much. You are mine forever. The most selfish line, but the sweetest word when I hear from you. Love you too, Daksh. നനുത്ത പുഞ്ചിരിയോടെ രുദ്രാക്ഷ അവനെ പുണരുമ്പോൾ അവളുടെ സീമന്തരേഖയിൽ ദക്ഷ തൻ്റെ അതിരങ്ങൾ ചേർത്തിരുന്നു. തനിക്കായി മിടിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഹൃദയതാളം ശ്രവിച്ചുകൊണ്ട് രുദ്രാക്ഷ പതിയെ കണ്ണുകൾ അടച്ചു. അതിരങ്ങളിൽ വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയോടെ രുദ്രാക്ഷയെ തൻ്റെ കരങ്ങളിലേന്തി ദക്ഷ പതിയെ റൂമിലേക്ക് ചുവടുകൾ വെച്ചു. അവരുടെ പ്രണയത്തിന് സാക്ഷിയായ പൂർണ്ണചന്ദ്രൻ പുഞ്ചിരി തൂകിക്കൊണ്ട് മേഘക്കീറിനുള്ളിൽ ഒളിച്ചു. നക്ഷത്ര കുഞ്ഞുങ്ങൾ നാണത്താൽ മിഴികൾ ചിമ്മി. ഓഫീസിൽ പോകാനായി രുദ്രാക്ഷയുമൊത്ത് സ്റ്റെയർ ഇറങ്ങുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ലക്ഷ്മി അമ്മ വന്ന് വാതിൽ തുറന്നു. അല്ല, കിച്ചുമോനോ, കയറി വാ. കിച്ചുവാണ് വന്നെന്നറിഞ്ഞപ്പോൾ രുദ്രാക്ഷ വേഗത്തിൽ പടികളിറങ്ങി താഴേക്ക് ഓടി. പരിഭ്രമത്തോടെ ദക്ഷും കിച്ചു ഒന്നിച്ചു പറഞ്ഞു. അവൾ അമ്പരപ്പോടെ ഇരുവരെയും നോക്കി. ആഹാ, കൊള്ളാലോ, അളിയന്മാർക്ക് എന്തൊരു ഒത്തൊരുമ. എടി കുറുമ്പി, പഴയതുപോലെ ഓടിച്ചാടി നടക്കാൻ പാടുണ്ടപ്പോ വാവയുടെ കാര്യം കൂടി നോക്കണ്ടേ? സ്നേഹത്തോടെയുള്ള കിച്ചുവിന്റെ ശാസന കേട്ടപ്പോൾ അവൾ കണ്ണുകൾ ചിമ്മി ചെവിയിൽ കൈകൾ ചേർത്തു. പെട്ടെന്ന് ഏട്ടനെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഓടി വന്നാൽ ഞാൻ. സോറി ഏട്ടാ, ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. കിച്ചു വാത്സല്യത്തോടെ അവളുടെ മുടികളെ തലോടി. അങ്ങനെ പറഞ്ഞു കൊടുക്കളിയാ, ഈടായിട്ട് ഇവൾക്ക് ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ട്. ഇതേതാ ശരീരി? ഓ, എന്റെ കെട്ടിയവനായിരുന്നു. അവസരം കിട്ടിയപ്പോ പാരവണിന്ന് കണ്ടില്ലേ, ദുഷ്ടൻ. എന്താടി നിന്ന് പിറുവിറുക്കുന്നത്? അവളുടെ തലയിൽ ചെറുതായി കിഴുക്കിക്കൊണ്ട് ദക്ഷി ചോദിച്ചു. രുദ്രാക്ഷ അവനെ ചുണ്ടുകൾ കൂട്ടി കാണിച്ചു. ആണോ ദച്ചൂട്ടി, നീ ഇപ്പോഴും കുറുമ്പായിട്ട് നടക്കുക? കിച്ചുവിന്റെ ചോദ്യത്തിന് നിഷ്കളങ്കതയോടെ നിഷേധാർത്ഥത്തിൽ അവൾ തലകുലുക്കി. അത് ശരിയാ, ഈടായിട്ട് കുറുമ്പിച്ചിരി കൂടുതലാ കേട്ടോ. മമ്മി പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിശ്വാസമായില്ലേ? കുറുമ്പ് കൂടുതലാ, പക്ഷേ എൻ്റെ മോൾക്കല്ല, ദേ ഈ നിൽക്കുന്ന പോത്തിനാണെന്ന് മാത്രം. ദക്ഷിന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. മോം, യു കോൾഡ് മീ എ ബഫല്ലോ. ദിസ് ഈസ് ടു മച്ച്. ദക്ഷിന്റെ അന്നേരത്തെ ചമ്മലും സംസാരം കണ്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചുപോയി. അമ്മയുടെ തോളിൽ കൈകളിട്ടുകൊണ്ട് രുദ്രാക്ഷ അവനെ വെല്ലുവിളിക്കുന്നുണ്ട്. നിനക്കുള്ള പിന്നെ തരാമെന്ന ഭാവത്തിൽ മീശ പിരിച്ചുകൊണ്ട് ദക്ഷ അവൾ അടിമുടിയോ നോക്കി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഉറങ്ങിക്കിടക്കുന്ന മൂർഖമാമനെ ചവിട്ടി എഴുന്നേൽപ്പിച്ച പോലെ ആയല്ലോ ദൈവമേ. അരുത് മോനെ,
ഞാനൊരു പാവമല്ലേ എന്ന ഭാവത്തിൽ രുദ്രാക്ഷ ദക്ഷിണെ നോക്കി നല്ലൊരു പാൽപുഞ്ചിരി പാസാക്കി. മക്കള് സംസാരിച്ചിരിക്കുക, അമ്മ എന്തെങ്കിലും കഴിക്കാനെടുക്കാം. ലക്ഷ്മി അമ്മ പതിയെ കിച്ചണിലേക്ക് നടന്നു. ദക്ഷിന്റെ കുസൃതി നിറഞ്ഞ നോട്ടം അപ്പോഴും രുദ്രാക്ഷയെ ചുറ്റിക്കൊണ്ടിരുന്നു. മതിയാളിയോ എന്റെ കൊച്ചിനെ നോക്കി പേടിപ്പിച്ച്, ദക്ഷിന്റെ തോളിലടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയാ പേടിക്കുന്നൊരു സാധനം. നിനക്കൊരു സത്യം അറിയിച്ചു, ഞാൻ പേടിക്കാൻ പോകുമ്പോഴേ ഇവളെന്നെ കയറി പീഡിപ്പിക്കും. കാണുന്ന പോലെ ഇവൾ ആളൊരു പഞ്ചപ്പാവെന്നല്ല, ഭീകരിയാണ് ഇവൾ, കൊടും ഭീകരി. കുസൃതി ചിരിയുടെ ദക്ഷത പറയുമ്പോൾ കപട ദേഷ്യത്തിൽ അവൾ അവന്റെ പുറത്തിനിട്ട് നല്ലൊരു ഇടി കൊടുത്തു. കണ്ടോടാ, നിനക്കിപ്പോ മനസ്സിലായില്ലേ ആരാരെയാണ് പീഡിപ്പിക്കുന്നതെന്ന്? അതൊക്കെ പോട്ടേടാ, മോളിങ് വന്നേ, ഏട്ടനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പോക്കറ്റിൽ കരുതിയിരുന്ന ജുവൽ ബോക്സ് അവൻ രുദ്രാക്ഷയ്ക്ക് നേരെ നീട്ടി. ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവൾ ഏറെ ആഗ്രഹിച്ചിരുന്ന മനോഹരമായ ഇയറിങ്സ് ആയിരുന്നതിൽ. ഏട്ടാ, ഇതാ ഫിലിമിൽ കണ്ട ഇയറിങ്സ് അല്ലേ? എന്റെ വായാടി ഒരുപാട് ആഗ്രഹിച്ചല്ലേ, അതാ ഏട്ടൻ. സന്തോഷത്താൽ നിറഞ്ഞ മിഴികളുമായി അവൾ കിച്ചുവിന്റെ നെഞ്ചിൽ തലയായിച്ചു. ഏട്ടന്റെ കൊച്ചു കുറുമ്പിക്ക് 1000 ജന്മദിനാശംസകൾ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദീർഘസുമംഗലിയായി ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ എന്റെ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഏട്ടാ, യു ആർ ദ ബെസ്റ്റ് ബ്രദർ ഇൻ ദി വേൾഡ് ആൻഡ് ഐ ആം ദ ലക്കിയസ്റ്റ് വൺ ടു ഹാവ് യു. സ്നേഹപൂർവ്വം കിച്ചു രുദ്രാക്ഷിയുടെ മൂർത്താവിൽ മൃദുലമായി ചുംബിച്ചു. വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളിൽ തലോടി. ആഹാ, ആങ്ങളെയും പെങ്ങളും കൂടിയായപ്പോ നമ്മൾ പുറമ്പോക്കായല്ലേ? പരിഭവം നിറഞ്ഞ ദക്ഷിന്റെ സംസാരം കേട്ടപ്പോൾ ഇരുവരും പുഞ്ചിരി തൂകി. കണ്ടില്ലേ ഏട്ടാ ദക്ഷിന്റെ കുറുമ്പ്, എന്റെ കുശുമഞ്ചക്കന്റെ കള്ളപ്പണങ്ങൾ തീർത്തേക്കാം. രുദ്രാക്ഷ ദക്ഷിണയും അവർക്കൊപ്പം ചേർത്ത് നിർത്തി. ഹൃതിക്കും ദക്ഷും തനിക്ക് ചുറ്റും നിൽക്കുന്ന സ്നേഹത്തണൽ നിൽക്കുമ്പോഴും ദേവരാജന്റെ മധുരമുള്ള ഓർമ്മകൾ ഒരു നൊമ്പരമായി അവളുടെ മനസ്സിൽ നിറഞ്ഞു. ജീവിതത്തിലേക്ക് ആദ്യമായി കൈപ്പിടിച്ച് പിച്ചവെച്ച് നടപ്പിച്ച, കുറുമ്പ് കാണിക്കുമ്പോൾ കാർക്കിഷ്യത്തോടെ ശകാരിക്കുന്ന, തന്നിലെ ചെറിയൊരു മൗനത്തിന്റെ പോലും അർത്ഥം മനസ്സിലാക്കുന്ന, തളർന്നു പോകുമ്പോൾ താങ്ങി നിർത്തി വാത്സല്യത്തോടെ തലോടുന്ന അച്ഛനെന്ന സ്നേഹക്കടൽ ഇനി ഒരിക്കലും തനിക്കൊപ്പമില്ലെന്ന ചിന്ത അവളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെ എത്രയൊക്കെ സ്നേഹിക്കാൻ ശ്രമിച്ചാലും ആ വലിയ അഭാവത്തെ നികത്താൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ ഭൂമിയിൽ ആരും ആർക്കും പകരമാവില്ല. അച്ഛൻ എന്നത് സ്നേഹത്തിൻ്റെ ഒരു വൻ വൃക്ഷമാണ്. പൊള്ളുന്ന വെയിലിൽ തണലായി മാറുന്നവൻ, ഉള്ളിൽ സങ്കടക്കടൽ ഇരുമ്പുമ്പോഴും പുറമേ പുഞ്ചിരി തൂകുന്നവൻ, ഋതുഭേദങ്ങൾ മാറുമ്പോഴും മാറ്റമില്ലാതെ അഭയം നൽകുന്നവൻ, വിയർപ്പിൻ്റെ ഉപ്പുരസം കൊണ്ട് മക്കളുടെ ജീവിതം മധുരമാക്കി തീർത്ത് ജീവിതകാലം മുഴുവൻ അവരെ മനസ്സിൽ ചുമക്കുന്ന പുണ്യജന്മം. ഒരുപക്ഷെ അമ്മയേക്കാൾ മുമ്പേ 1000 സ്നേഹചുംബനങ്ങൾ നൽകിയത് അച്ഛനായിരിക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നിസ്വാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് രുദ്രാക്ഷ പതിയെ അവരിൽ നിന്ന് അകന്നു മാറി. അയ്യേ, ഏട്ടന്റെ വായാടി കരയാ? ഇല്ലേട്ടാ, കണ്ണിലെന്തോ പൊടി വീണതാ. എവിടെ നോക്കട്ടെ? ഋതിക അവളുടെ മുഖമുയർത്തി കണ്ണുകളിൽ പതിയെ ഊതിക്കൊടുത്തു. ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ അമ്മയുടെ അടുത്ത് കാണും, നിങ്ങൾ സംസാരിച്ചിരിക്കുക. വേദനയിൽ കലർന്നൊരു പുഞ്ചിരി അവന് സമ്മാനിച്ചുകൊണ്ട് രുദ്രാക്ഷ പതിയെ മുമ്പോട്ട് നടന്നു. അറിയില്ല, എന്തോ അവളുടെ മനസ്സിൽ ഒരു സങ്കടമുള്ള പോലെ തോന്നുക. രുദ്രാക്ഷ പോയ വഴിയെ മിഴികൾ പായിച്ചുകൊണ്ട് കിച്ച് പറഞ്ഞു. എന്റെ പൊന്നളിയോ, നീ എന്നെ വെറുതെ സംശയിക്കരുത്. ഞാനിപ്പോ പഴയതുപോലെ തല്ലുകൊളുത്തിരൊന്നും കാണിക്കാറില്ല. ഇനി പെങ്ങളുടെ കണ്ണ് നിറയിച്ചെന്ന് പറഞ്ഞ് എന്റെ മുട്ടുകാലൊന്നും തല്ലി ഒടിക്കല്ലേടാ. ആഹാ, ഇടമെടുക്ക. അപ്പൊ അതൊക്കെ നിനക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടല്ലേ? പിന്നെ നല്ല ഓർമ്മയുണ്ട്, അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ, മറന്നില്ലേ നിനക്ക് കൊള്ളാം. ഏട്ടാ വാ, ഭക്ഷണം കഴിക്കാം. വാളിയ, ബാക്കിയെങ്കിൽ ഇനി ഫുഡ് കഴിച്ചിട്ടാവാം. ഉവ്വേ, എങ്കിൽ വേഗം അങ്ങോട്ട് നടക്കുക. ഭക്ഷണം കഴിച്ച ശേഷം ദക്ഷും ഋതിക്കും കൂടി ഓഫീസിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. അളിയ, കിച്ചുവിന്റെ മധുരമായ വിളി കേട്ട് സംശയത്തോടെ പുരികം ചുളിച്ചുകൊണ്ട് ദക്ഷ അവനെ മൊത്തത്തിലൊന്ന് ചൂഴ്ന്നു നോക്കി. എന്താണ് മോനെ ഒരു സോപ്പിങ്? അതില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞാ നീ എന്നെ കളിയാക്കുവോ? ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം കളിയാക്കണോ വേണ്ടയോന്ന്. നീ കളിയാക്കില്ലെന്ന് പറഞ്ഞാല് ഞാൻ പറയും. കൊച്ചുകുട്ടികളെ പോലെ തലയാട്ടിയുള്ള കിച്ചുവിന്റെ സംസാരം കണ്ട് ദക്ഷിന്റെ കണ്ണ് തള്ളിപ്പോയി. അയ്യേ, എന്തോന്നടേ ഇത്? കളിയാക്കില്ല, നീ ഒന്ന് പറഞ്ഞോൾക്ക്. എടാ, അതില്ലേ, നമ്മൾ പോകുന്ന വഴിക്ക് ശിവയെ കൂടി പിക്ക് ചെയ്താലോ? ശിവയെയോ? പറഞ്ഞു വന്നപ്പോൾ ശബ്ദം അല്പം കൂടിപ്പോയി. എന്താ ദക്ഷ്, ശിവക്ക് എന്തു പറ്റി? പരിഭ്രമത്തോട് ചോദിച്ചുകൊണ്ട് രുദ്രാക്ഷ അവർക്കരികിലേക്ക് വന്നു. ദക്ഷിനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ കിച്ചു അവനെ കണ്ണുരുട്ടി കാണിച്ചു. പാവം ദക്ഷ് ചെകുത്താനും കടലിനിടയിൽപ്പെട്ട അവസ്ഥയായിപ്പോയി. ദയനീയതയോടെ അവൻ രണ്ടുപേരെയും നോക്കി ചിരിച്ചു. എന്താ ഏട്ടാ, ശിവക്ക് എന്തു പറ്റി? അവൾ കിച്ചുവിനെ കുലുക്കി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ശിവക്കൊന്നുമില്ല മോളെ, പോകുന്ന വഴിക്ക് ശിവന്റെ അമ്പലത്തിൽ കയറിയിട്ട് പോവാന്ന് പറയായിരുന്നു. അല്ലേ അളിയാ? ലാസ്റ്റത്തെ അളിയും വിളി അല്പം കടുത്തിരുന്നു. ഇതൊക്കെ എപ്പോഴെന്ന ഭാവത്തിൽ അവൻ കിച്ചുവിനെ നോക്കി.
പല്ലിറുമി നോക്കി പേടിപ്പിച്ചുകൊണ്ട് കിച്ചു ദക്ഷിന്റെ കാലിൽ അമർത്തി ചവിട്ടി. അമ്മേ! ദക്ഷിന്റെ നിലവിളി കേട്ട് രുദ്രാക്ഷൻ ഞെട്ടിപ്പോയി. എന്താ? എന്തുപറ്റി? ഏയ് ഒന്നുമില്ലല്ലോ. അമ്മേ മഹാമായെ കാത്തോളേ എന്ന് പറഞ്ഞതാ. അമ്പലത്തിൽ പോണെങ്കിൽ ഏട്ടന് ഒറ്റയ്ക്ക് പോയാൽ പോരെ? ദക്ഷിണ കൂടെ കൂട്ടുന്ന എന്തിനാ? അതെന്താ ഞാനും കൂടി പോയാല് എന്നെന്നാ അമ്പലത്തിൽ കയറ്റാൻ കൊള്ളില്ലേ? നിങ്ങൾ വലിയ നാഗവല്ലി കളിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കാനാ, അല്ലാതെ വായി നോക്കാനല്ല. ദേ പെണ്ണെ, എന്നെ ഒരു മാതിരി കോഴിയാക്കിയുണ്ടല്ലോ. ഒറ്റ വീക്ക് വെച്ചിന് ഞാൻ. നിങ്ങൾ വെറും കോഴിയല്ല, കൂകി തെളിഞ്ഞ് നല്ലൊരു ഒന്നാന്തരം പൂവൻ കോഴിയാ. വാസ്തവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയാലുണ്ടല്ലോ. എപ്പോഴടി ഞാൻ വായി നോക്കിയാണെന്ന് പറയടി ഉണ്ടക്കണ്ണി. സംഭവം കൈവിട്ടു പോയപ്പോൾ നിസ്സഹായതയോടെ കിച്ചു രണ്ടാൾക്ക് നടുവിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഉണ്ടക്കണ്ണി നിങ്ങളുടെ കെട്ടിയോള്. ദേ എന്റെ പെണ്ണിനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? താൻ്റെ കെട്ടിയോൾ ഉണ്ടക്കണ്ണി, മൂദേവി, ഭദ്രകാളി, കള്ളിയങ്കാട്ട് നീലി. ആഹാ, എങ്കിൽ നിന്റെ കെട്ടിയോൻ കാലമാണ്, തെമ്മാടി, മരത്തലേ. ദൈവമേ, പറയാൻ നല്ല വാക്കൊന്നും കിട്ടുന്നില്ലല്ലോ. തന്നെ താൻ ചീത്ത വിളിക്കുന്ന അളിയനെയും പെങ്ങളെയും കണ്ടപ്പോൾ കിച്ചുവിന്റെ തലയിലുണ്ടായിരുന്ന അവൻ ഇക്കാലം അത്രയും ഓമനിച്ച് താലോലിച്ച് വളർത്തിയ കുഞ്ഞിക്കിളികൾ മൊത്തം എങ്ങോ പറന്നുപോയി. പാവം കിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? കൈകളാൽ ചെവി പൊത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് കിച്ചു രണ്ടാളെയും പിടിച്ചു മാറ്റി. പിന്നെ കേട്ടില്ല കിച്ചു, ഇവള് പറഞ്ഞു ഞാനൊരു കോഴിയാണെന്ന്. ഞാൻ പറഞ്ഞാണ് കുറ്റം? സ്വന്തം കല്യാണത്തിനകത്ത് പോലും വായി നോക്കിയ മഹാനല്ലേ നിങ്ങള്? ഞാനോ? ദേ ദച്ചു, ആ റോയൽ ബ്ലൂ സാരി എടുത്ത പെൺകുട്ടിയെ ഉദ്ദേശിച്ചാൽ നീ ഇങ്ങനെ പറയുന്നെങ്കിൽ ഞാനത് വായി നോക്കിയെന്നല്ല. ഞാൻ മണ്ഡപത്തിൽ വന്നിരുന്നപ്പോൾ തൊട്ട് ആ കുട്ടീനെ ആരാധനയോട് നോക്കിയിരിക്കുന്നുണ്ടോ? ഫാൻസിനെ നിരാശപ്പെടുത്താൻ പാടില്ലോ എന്ന് കരുതി ജസ്റ്റ് ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. അതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, റോയൽ ബ്ലൂ സാരി, നല്ല ഓർമ്മശക്തിയാണല്ലോ. ദേഷ്യത്തോടെ ഇടുപ്പിൽ കൈകൾ കുത്തി രുദ്രാക്ഷ പറഞ്ഞു. അതെ, എല്ലാവരും പറയും എനിക്ക് നല്ല ഓർമ്മശക്തിയാണെന്ന്. എങ്കിൽ പറ, വിവാഹത്തിന് ഞാനെടുത്ത സാരിയുടെ കളർ എന്തായിരുന്നു? പ്ലെയിൻ. ഓനെ മനസ്സിലൊരു ലഡു പൊട്ടിയോ? അയ്യോ, ഇതോടെ സ്യൂട്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ കിട്ടിപ്പോയി. ഓനെ തലയിലൊരു ഇടിത്തീ വെട്ടിയോ? ഇടിത്തീ മാത്രമല്ല, ശക്തമായ മഴക്കും കൊടുങ്കാറ്റിനും സാധ്യതയുണ്ട്. എന്തുപറ്റി? ബുദ്ധിമാൻ പറയുന്നില്ലേ? ഓർമ്മ എന്നാ ആവിയായി പോയോ? പുച്ഛത്തോടെയുള്ള ദച്ചുവിന്റെ ചോദ്യം കേട്ടപ്പോൾ തല ചൊറിഞ്ഞുകൊണ്ട് ദക്ഷി കിച്ചുവിനെ നേരെ നോക്കി. സാധാരണ കല്യാണ പെണ്ണ് ഏത് കളർ സാരിയെ ഉടുക്കുന്നത്? കണ്ണുകൊണ്ടുള്ള കഥകളിയാലെ ദക്ഷി കിച്ചുവിനോട് ചോദിച്ചു. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ദക്ഷിണ കിച്ചു നിഷ്കുരണം തള്ളിക്കളഞ്ഞു. നീ പറ, എനിക്ക് നിന്റെ അത്രയൊന്നും ഓർമ്മശക്തി ഇല്ലടാവേ. അളിയൻ തേണ്ടി, നിനക്കുള്ള ഞാൻ പിന്നെ തരാമേ. കിച്ചുവിനെ കേൾക്കാൻ പാകത്തിന് ദക്ഷ അവനോട് പിറുവിറുത്തു. ഏട്ടനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. രുദ്രാക്ഷയുടെ ഡയലോഗ് കൂടി കേട്ടപ്പോൾ കിച്ചു മുഖത്ത് നിഷ്കളങ്കത വാരി വിതറി. ഒരാങ്ങളെയും പെങ്ങളും വന്നിരിക്കുന്നു. എന്റെ മോളൊന്ന് ഇങ്ങോട്ട് വന്നട്ടെ, രണ്ടിനെയും ഞാൻ കാണിച്ചു തരാം. അതിന് മോളാണെന്ന് ആരാ പറഞ്ഞ്? ഇത് മോനാ. പിന്നെ നീയല്ലേ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. താനിടപെട്ടില്ലെങ്കിൽ ഈ ചർച്ച ഇതൊന്നും കൊണ്ട് തീരില്ലെന്ന് മനസ്സിലാക്കി കിച്ചു മധ്യസ്ഥ വേഷത്തിൽ ഇരുവർക്കും വേണ്ടി അവതരിച്ചു. പ്രശ്നം ഏകദേശം ടൈപ്പിലാക്കി. ഞാൻ തോറ്റുന്നതൊന്നും നീ വിചാരിക്കണ്ട. എന്റെ മോള് വരുന്നവരെ ഞാൻ ട്രൈ ചെയ്യടി. കേട്ടോടി ഉണ്ടക്കണ്ണി. അതുവരെ വിജയഭാഗത്തിൽ നിന്ന രുദ്രാക്ഷയുടെ കിളികളെല്ലാം ആ ഒറ്റ ഡയലോഗിൽ എങ്ങോ പറന്നുപോയി. അളിയോ! ഭയങ്കര തന്നെ എന്ന ഭാവത്തിൽ കിച്ചു എന്റെ തോളിൽ തട്ടി. എന്തു ചെയ്യാം, ഞാനൊരു ചെഗ്വേര ഫാനായി പോയില്ലേ? നീ കേട്ടിട്ടില്ലേ? കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ഉവ്വേ, ഈ കണക്കാണെ നീ തോൽക്കേണ്ടി വരില്ല. അതിനുമുമ്പേ അവൾ നിന്നെ തള്ളി കൊന്നോളും. എടാ കാല, നിന്റെ കരിനാക്കെടുത്ത് വളക്കാതെ. ശരി മോളെ, ഏട്ട ഇറങ്ങുവാണേ. ദച്ചുവിന്റെ മുടികളെ തലോടിക്കൊണ്ട് കിച്ചു പറഞ്ഞു. മറുപടി അവളൊന്നും പുഞ്ചിരിച്ചു. അപ്പോൾ പോയിട്ട് വരാം. രുദ്രാക്ഷയെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞു. ആഹാ, ടോമും ചെറിയും കൂട്ടായോ? അതേടാ, ടോമും ചെറിയും തന്നെയാ. പരസ്പരം കളിയാക്കുകയും വഴക്കുണ്ടാക്കുകയും പിണങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ചെറിയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്കാവില്ല. കാരണം എൻ്റെ ജീവനും ജീവിതവും പ്രണയമെല്ലാം ഈ വഴക്കളിപ്പെണ്ണ. ഒരിക്കൽ കൂടി അവളെ ചേർത്ത് നിർത്തി ആ കവിൾത്തടങ്ങിൽ ചുംബിച്ചു. ആ കാഴ്ച നനത്ത പുഞ്ചിരിയോടെ കിച്ചു നോക്കി നിന്നു. ഹൃതിക്കും ദക്ഷും പതിയെ പുറത്തേക്ക് നടന്നു. അവരിരുവരും കണ്ണിൽ നിന്ന് മായുന്നവരെ രുദ്രാക്ഷ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.